Hi, hello, welcome to yet another video of Garage 51. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഷോപ്പിൽ ഗൊറില്ല 450 വന്നിട്ടുണ്ട് റോയൽ എൻഫീൽഡിൻ്റെ. അപ്പോൾ അതിൻ്റെ ഫുൾ കിറ്റ് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആക്സസറി കിറ്റ് നമ്മൾ അതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ മൂവ് ഓൺ ടു ദ വീഡിയോ. ഇന്ന് നമ്മുടെ ഷോപ്പിൽ ഗൊറില്ല 450 ഫുൾ ആക്സറീസ് ഫിറ്റ് ചെയ്യാൻ വന്നിട്ടുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ക്രാഷ് കാർഡാണ്. ലെജൻഡറി കസ്റ്റമറിൻ്റെ ക്രാഷ് കാർഡാണ് നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ക്രാഷ് ഗാർഡ് ഫിറ്റ് ചെയ്യാനുള്ള ബോൾട്ടുകളൊക്കെ അഴിക്കട്ടെ. ഫസ്റ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള ലെജൻഡറി കസ്റ്റമിൻ്റെ ക്രാഷ് ഗാർഡ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഹെവി ടൈപ്പ് മെറ്റൽ സ്ലൈഡറൊക്കെ ഉള്ളതാണ്. ക്രാഷ് ഗാർഡിൻ്റെ ഫിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് റേഡിയേറ്റർ ഗ്രില്ല്. കമ്പനി റേഡിയേറ്റർ ഗ്രില്ല് വരുമ്പോൾ ഒരു കുറച്ച് ലൈറ്റ് വെയ്റ്റും ആണ്, അത്ര ക്വാളിറ്റി ഇല്ല. നമുക്കാകുമ്പോൾ ലെജൻഡറി കസ്റ്റമിൻ്റെ കുറച്ച് ഹെവി ആയിട്ടുള്ള റേഡിയേറ്റർ ഗ്രില്ലാണ് നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. കമ്പനി റേഡിയേറ്റർ ഗ്രില്ല് റേഡിയേറ്ററുമായി ടച്ച് ആവാതിരിക്കാനായിട്ട് ജസ്റ്റ് സ്പോഞ്ചാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. ലെജൻഡറി കസ്റ്റമിൽ വരുമ്പോൾ അതിൽ മെറ്റലിൻ്റെ സ്പേസർ അടക്കം വരും. 3 ബോൾട്ടിങ്ങാണ് അതിൽ, 3ലും മെറ്റൽ സ്പേസർ വരും. ഇങ്ങനെയാണ് റേഡിയേറ്റർ ഗ്രില്ല് ഫിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഫിനിഷിങ്. സ്റ്റീൽ ബോൾട്ടിലാണ് ഇത് ഫിറ്റ് ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത് ബാഷ് പ്ലേറ്റ് ആണ്. ഇതിനൊരു ചെറിയ ബാഷ് പ്ലേറ്റ് കമ്പനി വരിക, അത് കുറച്ചും കൂടി വലുതായിട്ടുള്ളതും മെറ്റൽ ടൈപ്പ് ആക്കാൻ പോകും. കമ്പനി വരിക ഇങ്ങനത്തെ ഫൈബറിൻ്റെ ഒരു ബാഷ് പ്ലേറ്റ് ആണ്. അതിന് പകരം നമ്മൾ മെറ്റലിൻ്റെ ലെജൻഡറിയുടെ തന്നെ ഒരു ബാഷ് പ്ലേറ്റ് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതാകുമ്പോൾ നമുക്ക് സൈലൻസർ ബെൻഡ് അണ്ടർ മൊത്തം സപ്പോർട്ട് ഉണ്ടാവും. വൈസർ ഫിറ്റ് ചെയ്തിട്ടുള്ള ലുക്ക് ഇതാണ്. അലുമിനിയം ഫിനിഷിലാണ് മെറ്റൽ വൈസർ. ഇനി ബാക്കിലേക്കായിട്ട് നമ്മളൊരു കാരിയറും കൂടി ആഡ് ചെയ്യാൻ പോകും. കേരിയർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സീറ്റും ഗ്രാബ് റെയിലൊക്കെ ഊരി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാരിയർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഇത്രയും സാധനങ്ങളൊക്കെ അഴിച്ചതിന് ശേഷം അകത്ത് കൂടെയാണ് അതിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഒരുവിധം ഫിറ്റിങ്സൊക്കെ കഴിഞ്ഞു. നമ്മൾ ഹീറ്റ് ഗാർഡ് ഫിറ്റ് ചെയ്തു, അതുപോലെ തന്നെ ബാഷ് പ്ലേറ്റ് ഫിറ്റ് ചെയ്തു. പിന്നെ ലെജൻഡറി കസ്റ്റം ബിൽഡിന് തന്നെ ക്രാഷ് ഗാർഡ് വിത്ത് സ്ലൈഡർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഹെഡ്ലൈറ്റ് വൈസറും ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരിയറിൻ്റെ ഇത് നമ്മൾ അൺബോക്സ് ചെയ്യാം കേട്ടോ. എല്ലാ പ്രൊഡക്ട്സും ലെജൻഡറി കസ്റ്റം ബിൽഡിന് തന്നെയാണ് കേട്ടോ. നമ്മൾ കാരിയർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ കാരിയർ പ്ലേറ്റ് ഫിറ്റ് ചെയ്യാൻ പോവാണ്. അതാണ് ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കേട്ടോ കാരിയർ പ്ലേറ്റ്. നമ്മൾ ഫിറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതാണ്. ഇങ്ങനെയാട്ടോ നമ്മൾ ഇത് ഫിറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ നട്ടും കാര്യങ്ങളൊക്കെ പാക്കിൽ തന്നെ ഉണ്ടാവും. നമ്മളിപ്പോൾ ഗ്രാബിലയിൽ ഫിറ്റ് ചെയ്തു. ഇവനാട്ടോ ഈ വണ്ടിയുടെ ഓണർ. അപ്പോൾ നമുക്ക് ഈ ഫിറ്റിങ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം അവനോട് ചോദിക്കാം റിവ്യൂവും കാര്യങ്ങളൊക്കെ. ഈ 2 മിറേഴ്സിന് ഊരി കേട്ടോ. എന്നിട്ട് നമ്മൾ GT മിറർ അറ്റാച്ച് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഓൾമോസ്റ്റ് ഫിനിഷിങ് സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഈ വണ്ടി റാമ്പിൽ നിന്ന് ഇറക്കാൻ പോവാണ്. നമ്മൾ മിറർ അഴിച്ചെടുക്കുക കേട്ടോ. ഇനി GT മിറർ അറ്റാച്ച് ചെയ്യാൻ പോവാണ്. അതുപോലെ തന്നെ വണ്ടി റാമ്പിൽ നിന്ന് ഇറക്കിയതിന് ശേഷം നമ്മൾ സീറ്റൊക്കെ ഫിറ്റ് ചെയ്തു. GT മിറർ മേലക്കാട്ടോ വെക്കാൻ പറ്റുള്ളൂ. താഴത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പോലീസ് പിടിക്കും. നമ്മൾ മിറർ അഴിച്ചു കേട്ടോ. പക്ഷെ മിററിൻ്റെ ഹോൾഡർ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അതൊരു ബോറായിട്ട് തോന്നി. അപ്പോൾ വിചാരിച്ചു പിന്നെ ഇന്ന് GT മിറർ അറ്റാച്ച് ചെയ്യണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ നോർമൽ മിറർ തന്നെ റീഫിറ്റ് ചെയ്ത് കൊടുത്തു. ഇനി എന്തെങ്കിലും ഫിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചർച്ചയിലാട്ടോ അവരൊക്കെ. നമ്മൾ ഓൾമോസ്റ്റ് ഒരുവിധ സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്തു.
ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഫിറ്റ് ചെയ്യാന്നുള്ളൊരു ചർച്ചയിലാണ് ഇപ്പോൾ അവരെല്ലാവരും കൂടി ഇരിക്കണത്. നമ്മൾ ഇൻസ്റ്റഗ്രാമിലേക്ക് ഒരു റീൽ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വണ്ടി ഫ്രണ്ടിൽ കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ. ആൾക്ക് ഹെഡ്ലൈറ്റിൻ്റെ ഗ്രില്ല് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നമ്മളത് അഴിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഈ വണ്ടിയുടെ ഫുൾ ലുക്ക് വന്നിട്ടുള്ളത്. എല്ലാ എക്സ്ട്രാ ഫിറ്റിങ്സും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ആ ഒരു ഹീറ്റ് ഗാർഡും ബാഷ് പ്ലേറ്റൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു അലുമിനിയം വൈസർ ലെജൻഡറി കസ്റ്റം ബിൽഡ് തന്നെയാണ്. ഈ ഒരു വണ്ടിക്ക് ഈ ഒരു ടൈപ്പ് വൈസർ മാത്രമായിട്ട് ഇറക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ ഒരു പാറ്റേൺ മാത്രമാണ് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു ക്രാഷ് ഗാർഡ് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കാരിയർ വിത്ത് പ്ലേറ്റും നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവനാണ് നമ്മുടെ ഈ ഗൊറില്ല 450ൻ്റെ ഓണർ വന്നിട്ടുള്ളത്. ഇവൻ്റെ പേര് ഷിബിലാസ് എന്നാണ്. ആളൊരു മൊബൈൽ ഷോപ്പിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നുള്ള അവനോട് തന്നെ ചോദിക്കാം. ഫിറ്റിങ്സൊക്കെ ഇഷ്ടപ്പെട്ടോ? അടിപൊളിയുണ്ട്. അപ്പോൾ നമ്മുടെ ഷോപ്പ് എങ്ങനെയാണ് അറിഞ്ഞത്? ഞാൻ എൻ്റെ ഫ്രണ്ട് വഴി തന്നെ അറിഞ്ഞത് അല്ലേ. ഈ ഗൊറില്ല 450നോടുള്ളൊരു ഇഷ്ടം എന്താ? വണ്ടി നല്ല പവറാണ്. നല്ല പവറാണ്. അഡ്വഞ്ചർ ടൈപ്പ് വണ്ടിയാണ്. നല്ല പവർഫുള്ളാണ് വണ്ടി. അപ്പോൾ അതാണ് ആൾ ഈ ഒരു വണ്ടി എടുക്കാനുള്ളൊരു കാരണം എന്നാണ് പറയുന്നത്. ഈ വണ്ടി എടുത്തിട്ട് എത്ര ദിവസമായി? ഞാനിപ്പോൾ എടുത്തിട്ട് ഒരു 1.5 ആഴ്ചയായി. 1.5 ആഴ്ചയായില്ലേ. അപ്പോൾ നമ്മൾ ഈ ഫിറ്റിങ്സൊക്കെ ആൾ വാങ്ങിയിട്ടുള്ളത് ബജാജ് ഫിനാൻസ് വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി എടുത്തിട്ടുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ മാറുന്നേക്ക് മുന്നേ നമുക്ക് എല്ലാ എക്സ്ട്രാ ഫിറ്റിങ്സും ആഡ് ഓൺ ചെയ്യാൻ പറ്റും. കാരണം ബജാജ് ഫിനാൻസ് വഴി ഫിറ്റിങ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെൽപ്ഫുള്ളാണ് അല്ലേ. ഈ പാലക്കാട് പോയി അന്വേഷിച്ചിരുന്നോ? മറ്റു കടകളിലൊക്കെ പോയി? ഇല്ല ബജാജിന്റെ സംഭവം മാത്രമേ ഉള്ളൂ. ഈ ഗൊറില്ല 450ൻ്റെ ആക്സറീസ് വേറെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ? വേറെ ഇല്ല. ഈ പാലക്കാട് ജില്ലയിൽ അങ്ങനെ എവിടെ കാണുന്നില്ല. കണ്ടിട്ടില്ല അല്ലേ. അപ്പോൾ പാലക്കാട് ജില്ലയിൽ തന്നെ നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് ഗൊറില്ല 450ൻ്റെ ആക്സറീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ഗാരേജ് 51 എന്നുള്ള ഷോപ്പ് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു ബജാജ് ഫിനാൻസ് സിസ്റ്റം നമ്മുടെ ഷോപ്പിൽ തന്നെയാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള നല്ല അഡ്വഞ്ചർ ടൈപ്പ് വണ്ടി ആയിക്കോട്ടെ, ഈ പ്രീമിയം വണ്ടികളൊക്കെ വാങ്ങുന്നവർ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. അപ്പോൾ ബജാജ് ഫിനാൻസ് വഴി നമുക്ക് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം അല്ലേ. സെറ്റാണ്. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇനി വരണം. ഓക്കെ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഗൊറില്ല 450, അതായത് റോയൽ എൻഫീൽഡ് ഗൊറില്ല 450ക്ക് ലെജൻഡറി കസ്റ്റം ബിൽഡിൻ്റെ പുതിയ ആക്സറീസ് ഫിറ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് പുതിയ നമ്മൾ ഷോറൂമിൽ നിന്ന് ഇറക്കിയ ന്യൂ വണ്ടിയാണ്. അതുകൊണ്ട് ഈ വണ്ടിക്കുള്ള എല്ലാ ആക്സറീസും നമ്മുടെ ഷോപ്പിലുണ്ട്. അപ്പോൾ ഇത് ബജാജ് ഫിനാൻസ് വഴിയാണ് ഈ ഒരു കസ്റ്റമർ ഇതൊക്കെ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ പുതിയ വണ്ടി ഷോറൂം വണ്ടിയൊക്കെ നിങ്ങൾ ഇറക്കുന്നുണ്ട്. ഇതുപോലെ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. ബജാജ് ഫിനാൻസ് വഴി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും പുതിയൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഇറ്റ്സ് ബൈ ഫ്രം ഗാരേജ് 51.